നമസ്കാരം. രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാളെ ജൂലൈ 17, കർക്കിടകം 1. ഈ വർഷത്തെ രാമായണ മാസാചരണം നാളെ തുടങ്ങുകയാണ്. കർക്കിടക മാസത്തിൽ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും രാമായണ പാരായണം നടത്താറുണ്ട്. എപ്രകാരമാണ് രാമായണം പാരായണം ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം നമ്മുടെ വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കണം. ഇന്ന് തന്നെ എല്ലാവരും വീട് അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാകും. നാളെ വൈകിട്ട് മുതലാണ് വീടുകളിൽ രാമായണം വായിക്കാൻ തുടങ്ങേണ്ടത്. ശുദ്ധമായ സ്ഥലത്ത്, അത് പൂജാമുറിയിലോ, പൂജാമുറി ഇല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നത് എവിടെയാണോ അവിടെ സീതാസമേതനായ ശ്രീരാമദേവൻ്റെ ഒരു ചിത്രം വയ്ക്കുക. മാല ചാർത്താനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഒരു മാല ചിത്രത്തിൽ ചാർത്താവുന്നതാണ്. ചിത്രത്തിന് മുന്നിലായിട്ട് ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക. നിലവിളക്കിന് മുന്നിൽ ഒരു താലത്തിൽ കുറച്ച് പൂക്കളും ഒരു കിണ്ടിയിൽ അല്പം ജലവും വയ്ക്കണം. ഇതിനോടൊപ്പം തന്നെ സുഗന്ധത്തിനായി ചന്ദനത്തിരിയും കത്തിച്ച് വയ്ക്കാവുന്നതാണ്. വിളക്കിൽ പാർവതീ പരമേശ്വരന്മാരും ഗണപതിയും ഹനുമാനും മറ്റെല്ലാ ദേവതകളും സാന്നിധ്യം ചെയ്യുന്നു എന്നതാണ് സങ്കല്പം. അതിനുശേഷം ഒരു പലകമേലോ വിരിപ്പിന്മേലോ ഇരുന്ന് രാമായണം പാരായണം ചെയ്യാവുന്നതാണ്. തെക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കരുത്, മറ്റേതു ദിക്കിലേക്കും തിരിഞ്ഞിരുന്ന് വായിക്കാവുന്നതാണ്. മുന്നിൽ ഒരു പീഠത്തിൽ അല്പം ഉയർത്തി രാമായണം വെച്ചിരിക്കണം. സന്ധ്യയ്ക്ക് 7 മണി കഴിഞ്ഞ് 10 മണി വരേക്കുള്ള ദുർഗായാമമാണ് പാരായണം ചെയ്യാൻ ഉത്തമമായ സമയം. കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മനഃശുദ്ധിയോടെ വേണം ഗ്രന്ഥം കയ്യിലെടുക്കാൻ. ആദ്യം ശ്രീരാമസ്തുതികൾ ചൊല്ലണം. പിന്നീട് പാരായണം തുടങ്ങാവൂ. തുളസിയോ പൂക്കളോ കൊണ്ട് വിളക്ക് പൂജ ചെയ്യുന്നതും ഉത്തമമാണ്. വായിച്ചു തുടങ്ങുമ്പോൾ വാൽമീകി, തുഞ്ചത്ത് എഴുത്തച്ഛൻ, ഗുരുക്കന്മാർ, ഗണപതി, സരസ്വതി, പാർവതി, ശ്രീ മഹാദേവൻ, വിഷ്ണു, ഹനുമാൻ എന്നിവരെ സ്മരിക്കുകയും അറിയാമെങ്കിൽ അവരുടെ ശ്ലോകങ്ങൾ ചൊല്ലുകയും വേണം. പാരായണ സ്ഥലത്ത് വീട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരിക്കുകയും അതിൽ ഒരാൾ വായിക്കുകയും മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും വേണം. ഓരോ ദിവസവും പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ വായന പൂർത്തിയാക്കണം. കർക്കിടകം 1 മുതൽ 31 വരെ ഓരോ ഭാഗം പാരായണം ചെയ്യാം. അത് എപ്രകാരമെന്ന് നോക്കാം. 1-ാം ദിവസം രാമായണ മാഹാത്മ്യം, 2-ാം ദിവസം ശ്രീരാമാവതാരം, 3-ാം ദിവസം വിശ്വാമിത്രാഗമനം, താടകാവധം, യാഗരക്ഷ, 4-ാം ദിവസം അഹല്യാമോക്ഷം, സീതാസ്വയംവരം, 5-ാം ദിവസം പരശുരാമ ദർശനം, അയോധ്യാവാസം, 6-ാം ദിവസം അഭിഷേക വിഘ്നം, 7-ാം ദിവസം ശ്രീരാമൻ്റെ വനയാത്ര, 8-ാം ദിവസം ഗുഹസംഗമം, 9-ാം ദിവസം ചിത്രകൂട പ്രവേശം, ഭരതാഗമനം, 10-ാം ദിവസം പാതുക പട്ടാഭിഷേകം, 11-ാം ദിവസം ദണ്ഡകാരണ്യ പ്രവേശം, അഗസ്ത്യസ്തുതി, 12-ാം ദിവസം ജടായു സംഗമം, പഞ്ചവടിവാസം, ശൂർപ്പണഖ ആഗമനം, 13-ാം ദിവസം സീതാപഹരണം, 14-ാം ദിവസം ജടായുമോക്ഷം, ശബരിമുക്തി, 15-ാം ദിവസം ഹനുമത് സംഗമം, സുഗ്രീവ സഖ്യം, ബാലിവധം, 16-ാം ദിവസം താരോപദേശം, സീതാന്വേഷണാരംഭം, 17-ാം ദിവസം സ്വയംപ്രഭാ ചരിതം, സമുദ്രലംഘനം, 18-ാം ദിവസം ലങ്കാദഹനം, 19-ാം ദിവസം സമുദ്രതീര പ്രാപ്തി, 20-ാം ദിവസം വിഭീഷണ ശരണാഗതി, 21-ാം ദിവസം രാമേശ്വര പ്രതിഷ്ഠ, 22-ാം ദിവസം സേതുബന്ധനം, 23-ാം ദിവസം ലങ്കാവിവരണം, 24-ാം ദിവസം യുദ്ധാരംഭം, 25-ാം ദിവസം കുംഭകർണവധം, നാരദസ്തുതി, 26-ാം ദിവസം മേഘനാഥവധം, രാമരാവണ യുദ്ധം, 27-ാം ദിവസം അഗസ്ത്യാഗമനം,
ആദിത്യസ്തുതി. 28-ാം ദിവസം രാവണവധം, വിഭീഷണ പട്ടാഭിഷേകം. 29-ാം ദിവസം സീതാസ്വീകരണം, മടക്കയാത്ര, ഭരതസംഗമം. 30-ാം ദിവസം അയോധ്യാപ്രവേശം, പട്ടാഭിഷേകം. 31-ാം ദിവസം രാമായണ മാഹാത്മ്യം. രാമായണത്തിലെ ഓരോ ഭാഗം പാരായണം ചെയ്യുമ്പോഴും അതിനനുസൃതമായ ഫലങ്ങൾ കൈവരുമെന്നാണ് വിശ്വാസം. മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ കാലങ്ങളും രാമായണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വരാമായണമോ അതല്ലെങ്കിൽ അശ്വമേധം വരെയുള്ള ഉത്തരരാമായണമോ വായിക്കാം. 24,000 ശ്ലോകങ്ങൾ വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം. ഇതിലേത് വായിക്കണമെന്ന് ആദ്യം നിശ്ചയിക്കണം. പിന്നീട് കർക്കിടകം 1 മുതൽ 31 വരെ ഓരോ ഭാഗം പാരായണം ചെയ്യാം. അപ്പോൾ അതിനാനുപാതികമായി ദിവസങ്ങൾ ക്രമീകരിക്കുകയും വേണം. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സമയത്തിന് മുമ്പായി രാമായണ പാരായണം പൂർത്തിയാക്കണം.